നമ്മളുടെ വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ടിലേക്കാണ് നമ്മളിപ്പോൾ കടന്നിരിക്കുന്നത്. ആദ്യത്തെ പാർട്ടിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, നമ്മുടെ ലൈഫിൽ സക്സസ്ഫുൾ ആകണമെന്നുണ്ടെങ്കിൽ, സക്സസ് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും അവരവരുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചാലാണ് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നത്, അതായിരിക്കണം നിങ്ങളുടെ ഡ്രീം. ആ ഡ്രീം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അത് നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കാനും ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇനി അടുത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മാനിഫെസ്റ്റേഷൻ എന്ന കൺസെപ്റ്റിനെ പറ്റിയിട്ടാണ്. മാനിഫെസ്റ്റേഷൻ അതുപോലെ ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള തിയറി, ഇതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. മാനിഫെസ്റ്റേഷൻ അതുപോലെ ലോ ഓഫ് അട്രാക്ഷൻ എന്ന ഒരു കൺസെപ്റ്റിനെ പറ്റി ഞാനൊരു 10-12 വർഷം മുന്നെയാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അതിന് മുന്നേ എനിക്കിതിനെപ്പറ്റി അറിയില്ലായിരുന്നു. നിങ്ങളും ഒരുപാട് കേട്ടിട്ടുണ്ടാകും. ചില യൂട്യൂബ് വീഡിയോസ്, പോഡ്കാസ്റ്റ്, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം സ്റ്റോറീസ്, ബുക്സ്, ഫിലിംസ് വഴി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഈ ഒരു കൺസെപ്റ്റിനെ പറ്റി ഏറെക്കുറെ ആൾക്കാരൊക്കെ അവെയർ ആയിരിക്കും, ചില ആൾക്കാർ അവെയർ ആയിരിക്കില്ല. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി ഫസ്റ്റ് കേട്ടപ്പോൾ ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള തിയറിയാണ് ആദ്യം ഞാൻ കാണുന്നത്. അപ്പം ഞാൻ കരുതിയത്, എനിക്ക് അന്നത്തെ ഒരു നമ്മുടെ ബുദ്ധി വെച്ചിട്ട് ഞാൻ വിചാരിച്ചു, ലോ ഓഫ് അട്രാക്ഷൻ ആൾക്കാരെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ള വല്ല തിയറി അങ്ങനെ വല്ല ആയിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ അതിന് അധികം മൈൻഡ് ചെയ്തില്ല, അതിനെപ്പറ്റി അധികം അന്വേഷിച്ചില്ല. പക്ഷെ പിന്നീട് എപ്പോഴോ ഏതോ ഒരു ബുക്ക് വായിക്കുന്നതിലോ എങ്ങനെയാണ് ഞാൻ ഈ ഒരു തിയറിയെപ്പറ്റി പിന്നീട് കേൾക്കുന്നത്. അപ്പം ഞാൻ എന്നിട്ട് അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് ഞാൻ ഈ ഒരു എന്താണ് ഇതിൻ്റെ കൺസെപ്റ്റ്, എന്താണ് ഇതിൻ്റെ ഈ യൂസ്, എന്താണ്, എങ്ങനെയാണിത് ചെയ്യുന്നത്, മാനിഫെസ്റ്റേഷൻ എന്താണ് എന്നതിനെ പറ്റിയൊക്കെ അറിഞ്ഞത്. ഞാൻ ഇതിനകത്തൊരു ട്രെയിൻഡായ ആളോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്ത ആളോ ഒന്നുമല്ല. ഞാൻ ജസ്റ്റ് ഇത് വളരെ കാലമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളും ഒരുപാട് കാലമായിട്ട് ഇതിനെ തന്നെ ഫോളോ ചെയ്യുന്ന ആളും അതിൻ്റെ ബെനിഫിറ്റ്സ് അനുഭവിക്കുന്ന ആളുമാണ് ഞാൻ. ഇത്രയും വർഷങ്ങൾ, ഈ 10 വർഷത്തോളമായിട്ട് മാനിഫെസ്റ്റേഷൻ്റെ എല്ലാ ഗുണങ്ങളും എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ് ഞാൻ. അതിൻ്റെ എക്സ്പീരിയൻസിലാണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന തിയറി വളരെ സിമ്പിളാണ്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ, എന്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അത് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടാൻ പറ്റും എന്ന് ഉള്ളൊരു തിയറിയാണ്. വളരെ സിമ്പിളാണ്. അത് നമ്മളെന്ന് പറയുന്നത്, നമ്മൾ ആസ് എ പേഴ്സൺ, നമ്മളുടെ ചിന്തകളാണ് നമ്മൾ എന്ന് പറയും. എന്താണ് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ അതായി മാറും എന്ന് പറയും. അത് സത്യമാണ് എന്നെനിക്ക് പല രീതിയിലും പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു മാനിഫെസ്റ്റേഷനെ പറ്റി ഞാൻ അറിയുന്നതിന് എത്രയോ മുന്നേ തന്നെ ഞാൻ പല കാര്യങ്ങളും എൻ്റെ ലൈഫിലേക്ക് ഇതുപോലെ അട്രാക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നെനിക്ക് മനസ്സിലായി. അത് നല്ലത് മാത്രമല്ല, ചീത്ത കാര്യങ്ങളും ഞാൻ എൻ്റെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴൊക്കെ മോശം കാര്യങ്ങൾ ലൈഫിൽ ചിന്തിച്ച്, മോശം കാര്യങ്ങൾ വരുമോ എന്ന് പേടിച്ച്, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരുപാട് ചിന്തിച്ച്, വെറുതെ നമ്മൾ ചിന്തിക്കുമല്ലോ. ഞാൻ ഭയങ്കര ഓവർ തിങ്കറാണ്. ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ വശങ്ങളും ചിന്തിക്കും, പല രീതിയിൽ ചിന്തിക്കും, പല പോസിബിലിറ്റീസ് ചിന്തിക്കും. അപ്പോൾ കുറേ നാളുകൾക്ക് മുന്നേ ഞാൻ എപ്പോഴും ചിന്തിച്ചിരുന്നത് പല കാര്യങ്ങളുടെ ഏറ്റവും ഒരു വേഴ്സ്റ്റ് സിനാരിയോ ചിന്തിക്കുന്ന ഒരു പ്രവണതയുണ്ടായിരുന്നു. അങ്ങനെ ചിന്തിച്ച് അത് ലൈഫിൽ റിയാലിറ്റി ആയിട്ട് വന്നിട്ടുള്ള കുറേ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ഞാൻ പിന്നീട് ഇതിനെപ്പറ്റി പഠിച്ചപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴാണ്, ശരിയാണ്, അങ്ങനെ എനിക്ക് സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് ഞാൻ ആലോചിച്ചത്. അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കണം, ഓൾവേസ് നിങ്ങളുടെ തോട്ടിനെ, നിങ്ങളുടെ ചിന്തകളെ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം. എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു നിങ്ങൾ അതായി മാറും, അതാകും നിങ്ങളുടെ റിയാലിറ്റി. നമ്മൾക്ക് സാധാരണയായിട്ട് എനിക്ക് മനസ്സിലായിടത്തോളം നമ്മൾ സാധാരണ ആൾക്കാർക്ക് എപ്പോഴും ഒരു സാഡ് സോങ് കേൾക്കുന്നതിലോ അല്ലെങ്കിൽ സാഡായിട്ടുള്ള ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കുന്നതിലോ അതിനെപ്പറ്റി ആലോചിച്ച് ചിലപ്പോൾ അതിനെപ്പറ്റി ഓർത്ത് കരഞ്ഞ് അങ്ങനെ സമയം കളയുന്ന ഒരു പ്രവണത നമുക്കുണ്ട്. എനിക്കൊക്കെ ആണെങ്കിൽ അതിലെന്തോ ഒരു തരം ആനന്ദം ഞാൻ കണ്ടെത്താറുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞാനെന്തോ അങ്ങനെ ചിന്തിച്ച് അയ്യോ അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവിടെ ഒരു എനർജി ക്രിയേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അത് നെഗറ്റീവ് എനർജി ആണെങ്കിൽ പോലും ആ എനർജി വഴി നമ്മൾ ആ കാര്യം നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുകയാണ്, നമ്മുടെ ലൈഫിലേക്ക് അത് അട്രാക്റ്റ് ചെയ്യണം, നമ്മളത് റിയാലിറ്റിയിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ചീത്ത മാത്രമല്ല, നല്ല കാര്യങ്ങളും നമുക്കങ്ങനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം പറയാം. പിന്നീട് ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവും ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നല്ലോ എന്ന് ആലോചിച്ച്. കോളേജ് ടൈമിൽ എനിക്കൊരു ക്രഷ് ഉണ്ടായിരുന്നു. ഒരാളുടെ അടുത്ത് എനിക്ക് ഭയങ്കരമായ പ്രണയം ഉണ്ടായിരുന്നു. പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ പറയാൻ പേടിയായിരുന്നു. അന്ന് കോൺഫിഡൻസ് ഒന്നുമില്ല, ഭയങ്കര സെൽഫ് എസ്റ്റീമൊക്കെ ഭയങ്കര ലോ ആയിരുന്നു.
പക്ഷേ ഞാൻ എന്നും എനിക്ക് അയാളെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ പറയാൻ പേടിയാണ്. പക്ഷേ എനിക്കിങ്ങനെ ഒരു ചിന്ത, ഇയാൾക്ക് ഒരു കാമുകി, ഞാൻ വെറുതെ ഇങ്ങനെ ആലോചിക്കും, ഇയാൾക്ക് ഒരു കാമുകി ഉണ്ടെങ്കിൽ ഉണ്ടാവുകയാണെങ്കിൽ ഞാനതിനെ എങ്ങനെയായിരിക്കും ഫേസ് ചെയ്യുക? എൻ്റെ മുന്നിലൂടെ അവർ പ്രണയിച്ചു കഴിഞ്ഞാൽ എനിക്കതെങ്ങനെ സഹിക്കാൻ പറ്റുക? എൻ്റെ മുന്നിൽ നിന്ന് അവർ ഒരുമിച്ച് വർത്തമാനം പറയുമായിരിക്കും, ഒരുമിച്ച് എൻ്റെ കൂടെ കൈപിടിച്ച് നടക്കുമായിരിക്കും, ഞാൻ എങ്ങനെയാണ് അത് സഹിക്കുക എന്നൊക്കെ ഓർത്ത് ഞാൻ പല സാഡ് സോങ്സൊക്കെ കേട്ടിട്ട് അതോർത്ത് അങ്ങനെ മറ്റൊരു പെൺകുട്ടിയുടെ അയാളായി മാറിക്കഴിഞ്ഞുള്ള സിനാരിയോയെ പറ്റിയൊക്കെ ഞാൻ ഒരുപാട് ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ തോന്നുന്നു. ഞങ്ങൾ ഒരുമിച്ചാകുന്നതോ അല്ലെങ്കിൽ ഞങ്ങൾ പ്രണയത്തിലാവുന്നതിനെ പറ്റി ഒന്നും ചിന്തിക്കാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്കന്നില്ല. അപ്പോൾ എന്താ അതിൻ്റെ വേഴ്സ്റ്റ് സിനാരിയോ ഞാൻ ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ച് ശരിക്കും സംഭവിച്ചത് എന്താണെന്നറിയോ? അദ്ദേഹം മറ്റൊരു പെൺകുട്ടിയുടെ പ്രണയത്തിലായി. ഞാൻ ചിന്തിച്ച അതേ കാര്യങ്ങൾ തന്നെ ഞാൻ എൻ്റെ മുന്നിൽ കണ്ടു. അന്ന് ഞാൻ കണ്ടോ, ഞാൻ അപ്പോഴേ ഞാൻ വിചാരിച്ച പോലെ തന്നെ നടന്നു എന്ന് വിചാരിച്ചു. പിന്നീട് ഞാൻ ഈ ഒരു മാനിഫെസ്റ്റേഷനെ പറ്റി പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായി, അതന്ന് ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത് സംഭവിച്ചതാണോ എന്ന് എനിക്ക് പിന്നീടാണ് അത് ഫീൽ. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം എണ്ണിയാൽ ഒടുങ്ങാത്ത ചീത്ത കാര്യങ്ങളും നല്ല കാര്യങ്ങളും മാനിഫെസ്റ്റേഷൻ വഴി ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മാത്രമല്ല, എനിക്ക് പരിചയമുള്ള ഒരുപാട് ആൾക്കാർക്ക് ഈ മാനിഫെസ്റ്റേഷൻ കൊണ്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട്, റിലേറ്റീവ്, പുള്ളി ഒരു സിവിൽ സർവീസ് ആസ്പിരൻ്റ് ആയിരുന്നു. അപ്പോൾ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത്, ഞാനും സിവിൽ സർവീസ് ആസ്പിരൻ്റ് ആയിരുന്നു സമയത്ത്, എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു, ഞാൻ ഭയങ്കരമായിട്ടും എന്നും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും തിങ്ക് ചെയ്യുന്ന ഒരു കാര്യം, എന്നെ ഈ മറ്റേ റെഡ് ലൈറ്റ് വെച്ചിട്ടുള്ള കാറിൽ ഞാൻ കയറാൻ പോകുമ്പോൾ പോലീസുകാർ എനിക്ക് വാതിൽ തുറന്നു തരികയും ഞാൻ ഉള്ളിൽ കയറിയിട്ട് പോകുന്നതുമായിട്ടുള്ള ആ ഒരു ചിത്രം ഞാൻ എൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ വിഭാവനം ചെയ്തിട്ടാണ് ഞാൻ കിടന്നുറങ്ങാറ് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ അന്നത് ജസ്റ്റ് അങ്ങനെ കേട്ട് വിട്ടു. പക്ഷേ പിന്നീട് കുറേ നാൾക്ക് ശേഷം, നിയർലി 1 year കഴിഞ്ഞിട്ട്, ഞാനൊരിക്കലും എൻ്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത്, അപ്പോൾ ഇവരുടെ വീടിൻ്റെ അവിടെ നിന്ന് കാർ എടുത്തിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ സ്വന്തം കാർ അവിടെ പാർക്ക് ചെയ്തിട്ടാണ് പുള്ളി ഒഫീഷ്യൽ വണ്ടിയിൽ പോകുന്നത്. അപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്താണെന്ന് വെച്ചാൽ, ഈ പുള്ളി എന്നോട് പറഞ്ഞ അതേ സംഭവം. അതായത് അദ്ദേഹം നടന്നു വരുന്നു, ഈ റെഡ് ബീക്കൺ വെച്ചിട്ടുള്ള കാറിൽ പോലീസുകാർ വാതിൽ തുറന്നു കിടക്കുന്നു, പുള്ളി ഉള്ളിൽ കയറുന്നു. പുള്ളി കളക്ടറാണ് ഇപ്പോൾ. അപ്പോൾ പുള്ളി മാനിഫെസ്റ്റ് ചെയ്ത, പുള്ളി ഡ്രീം ചെയ്ത ആ ഒരു മൊമെൻറ്റ് പുള്ളി എന്നോട് പറഞ്ഞ അത് എനിക്കതെൻ്റെ കൺമുന്നിൽ എനിക്കത് കാണാൻ പറ്റി. അന്ന് എനിക്ക് മനസ്സിലായി, ഇതിൽ എന്തൊക്കെയോ ഉണ്ട്, എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് എന്നുള്ളതിൽ ഇവിടെ എനിക്കൊരു സ്പാർക്ക് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഞാൻ വെറുതെയാണ് മാനിഫെസ്റ്റ് ചെയ്ത് തുടങ്ങിയത്. പക്ഷേ മാനിഫെസ്റ്റേഷന് ഞാൻ എന്തൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ, ഈ മൊമെൻറ്റ് വരെ എന്തൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ അതെല്ലാം എനിക്ക് മാനിഫെസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. മാനിഫെസ്റ്റ് ചെയ്യാൻ നമുക്ക് പല വഴികളുണ്ട്, പല മെത്തേഡ്സ് ഉണ്ട്. ഇപ്പോൾ മാനിഫെസ്റ്റേഷൻ എന്താണെന്നുള്ളത് ആദ്യം പറയാം. അതായത് നമ്മൾ ഒരു കാര്യം നമുക്ക് വേണം, ഒന്നിലധികമോ കാര്യങ്ങൾ നിങ്ങൾക്ക് ആഗ്രഹിക്കാം. ഇപ്പോഴുള്ള നിങ്ങളുടെ മൊത്തം ലൈഫ് സ്റ്റൈൽ തന്നെ ചേഞ്ച് ആയിട്ട്, ഇപ്പം എനിക്ക് കുറേ പൈസ വേണം, അല്ലെങ്കിൽ എനിക്ക് കുറേ കാറ് വേണം, എനിക്ക് കുറേ ഗോൾഡ് വേണം, അങ്ങനെ ചിന്തിക്കാം. മൊത്തം നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ എങ്ങനെ ആയിരിക്കണം എന്ന് അങ്ങനെ നമുക്ക് ചിന്തിക്കാം. അല്ല, എനിക്കിപ്പോൾ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മോഡലാകണം, അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫിലിം സ്റ്റാർ ആകണം, അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു എംപ്ലോയി, അല്ലെങ്കിൽ ഒരു ബിസിനസ് എൻ്റർപ്രണർ ആകണം. അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഗ്രഹിക്കാം. ആഗ്രഹിക്കുമ്പോഴുള്ള മെയിൻ കാര്യം, എനിക്കത് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കരുത്. എനിക്കത് കിട്ടി, പ്രസൻറ്റ് ടെൻസിലായിരിക്കണം നിങ്ങളത് ആഗ്രഹിക്കുന്നത്. അതായത് ഒന്നെങ്കിൽ പ്രസൻറ്റ്, അല്ലെങ്കിൽ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു പാസ്റ്റ്. ഇതാണ് മാനിഫെസ്റ്റേഷൻ്റെ ബേസിക് റൂൾ. അത് എനിക്കിത് വേണം, എനിക്ക് നല്ലൊരു മോഡലാകണം, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു IAS ഓഫീസർ ആകണം. അവിടെ ആകണം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന മൈൻഡ് സെറ്റ് മൈൻഡ് സെറ്റാണ്. അവിടെ നമുക്കതില്ല. എനിക്കതാകണം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ അതില്ല എന്നാണ് അർത്ഥം. അങ്ങനെയല്ല. ഞാനിപ്പോൾ ഓൾറെഡി ഞാൻ ഓൾറെഡി തന്നെ ഞാൻ ഇന്ന പൊസിഷനിലാണ്.
അല്ലെങ്കിൽ ഞാനിപ്പം ആ കസേരയിൽ ഇരിക്കുകയാണ്. ഇപ്പം ഞാൻ പറയാം, ഞാനിപ്പോൾ ഇരിക്കുന്ന പൊസിഷൻ, ഞാനിപ്പോൾ ഇരിക്കുന്ന സീറ്റ്, ഇപ്പോഴുള്ള ആ ഒരു പൊസിഷനിൻ്റെ ഉള്ള എക്സാമിന് മുന്നേ ഒരു ഗവൺമെൻറ് എക്സാം ആയിരുന്നു അത് ഭയങ്കര ഹൈലി കോമ്പറ്റീറ്റീവ് എക്സാം ആയിരുന്നു. വളരെ കുറച്ച് സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത്, ആ എക്സാമിന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, അതായത് നോട്ടിഫിക്കേഷൻ വന്ന് ജസ്റ്റ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടേ ഉള്ളൂ. ഓൾ ഓവർ ഇന്ത്യ നടക്കുന്ന എക്സാമാണ്. അതിൽ എനിക്ക് ഉള്ള ചാൻസ് എന്ന് പറയുന്നത് 99% എനിക്ക് ചാൻസ് ഇല്ല. പക്ഷേ ഞാനപ്പോൾ എൻ്റെ മനസ്സിനോട് ഞാൻ പറഞ്ഞ കഥ എന്താണെന്ന് വെച്ചാൽ, ഈ ജോബ് എനിക്കുള്ളതാണ്, ആ സീറ്റ് എൻ്റെതാണ്, അത് എനിക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന സീറ്റാണ്, അവിടെ വേറെ ആർക്കും ഇരിക്കാൻ പറ്റില്ല. ഞാനത് ഭയങ്കര അഡമൻ്റായിട്ട് ഞാൻ അങ്ങനെ തന്നെ ഞാൻ തിങ്ക് ചെയ്തു. എൻ്റെ കൂടെ ഒരു സ്റ്റഡി പാർട്ണർ ഉണ്ടായിരുന്നു. പുള്ളിയെടുത്ത് ഞാൻ പറയായിരുന്നു, അത് എൻ്റെ സീറ്റാണ്, എനിക്കുള്ള ജോബാണ്. അവർ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും, അത് പക്ഷേ ബാക്കി സീറ്റ് ഉണ്ടല്ലോ, അതിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ആ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു സീറ്റ് അതെൻ്റെയാണ്, അതെനിക്ക് വേണ്ടി മാത്രം. എനിക്ക് ഓൾറെഡി അത് കിട്ടിക്കഴിഞ്ഞു, അതെനിക്ക് വേണ്ടി, അതെൻ്റെ തന്നെയാണ്. എന്തൊക്കെ സംഭവിച്ചാലും എനിക്കത് കിട്ടാതിരിക്കില്ല. അങ്ങനെയൊക്കെ പറയുമ്പോഴും ഞാൻ എക്സാം എഴുതിയിട്ട് പോലുമില്ല, ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ഫ്യൂ മന്ത്സ് ബിഫോർ ദ എക്സാം പ്രിപ്പയർ ചെയ്തിരിക്കാം. എക്സാം നടക്കുമ്പോഴും, എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ, എക്സാം കഴിഞ്ഞിട്ടും ഞാൻ ആ ഒരു തിങ്കിങ്ങിൽ അടിയുറച്ച് വിശ്വാസം, അതാണ് സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഫസ്റ്റ് തിങ് ഈസ് നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിരിക്കണം, ടു ദ പോയിൻ്റ് ആയിരിക്കണം, എന്താണ് വേണ്ടതെന്നുള്ളതിന് ക്ലാരിറ്റി വേണം. രണ്ടാമത്തെ കാര്യം, ഒന്നാമത്തെ കാര്യത്തിൽ തന്നെ അടുത്ത ഒരു സെഗ്മെൻ്റ് എന്ന് പറയുന്നത്, അതിനകത്ത് നമ്മൾ പ്രസൻറ്റോ അല്ലെങ്കിൽ പാസ്റ്റോ ആയിട്ട് ചിന്തിക്കണം. ഓൾറെഡി ഇത് സംഭവിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ അത് നിലനിൽക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഫസ്റ്റ് തിങ് അത് കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം, അത് നമ്മളതിനുള്ള എഫേർട്സ് എടുക്കുക എന്നുള്ളതാണ്. എഫേർട്സ് എന്ന് പറയുന്നത്, എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം, മാനിഫെസ്റ്റേഷൻ എന്താണ് എന്നുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യം, ഇതിന് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. എനിക്ക് ഫീൽ ചെയ്ത കാര്യം, ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് തന്നെ കൊടുക്കുന്ന ചില കമാൻഡ്സാണ്. നമ്മളുടെ ബ്രെയിനിന്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മൾ കൊടുക്കുന്ന കമാൻഡ്സാണ് ഓരോ മാനിഫെസ്റ്റേഷനും. ചില മാനിഫെസ്റ്റേഷൻ്റെ പല ടെക്നിക്സ് ഉണ്ട്. അതിലൊരു ടെക്നിക്ക്, നമുക്ക് ഈ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ നമ്മൾ ഇതിനെപ്പറ്റി ഇങ്ങനെ പറയുക, ഇതിനെപ്പറ്റി തന്നെ ചിന്തിക്കുക, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ചിന്തിക്കുക. കാരണം ആ ഒരു മൊമെൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ മൊമെൻറ്റിൽ നമ്മുടെ മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് നമ്മുടെ പ്രസൻറ്റ് മൈൻഡിലേക്കുള്ള ഒരു ഷിഫ്റ്റ് നടക്കുന്ന ടൈമാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യമെല്ലാം സബ് കോൺഷ്യസ് മൈൻഡിൽ കൂടുതൽ ഫീഡ് ചെയ്യപ്പെടും എന്ന് പറയും. ശരിക്കും എനിക്ക് തോന്നുന്നത്, അത് സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മൾ കൊടുക്കുന്ന കമാൻഡ്സാണ്, നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ, ആജ്ഞകളാണ് ഈ ഓരോ മാനിഫെസ്റ്റേഷനും. അങ്ങനെ കൊടുക്കുന്ന ആ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മളൊരു കാര്യം കൊടുക്കുമ്പോഴത്തേക്കും, നമ്മളൊരു ആജ്ഞ കൊടുക്കുകയാണ്, ഒരു ഓർഡർ കൊടുക്കുകയാണ്, ഇതാണ്, ദിസ് ഈസ് യുവർ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളുടെ ബോഡി നമ്മൾക്ക് വേണ്ടി ഒരുക്കി തരും. ഇപ്പോൾ ഞാനൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, ഇതെനിക്കുള്ളതാണ്, എൻ്റെതാണ് എന്ന് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ബോഡി രാവും പകലും ഇല്ലാതെ, വേറെ ഒന്നിനെ പറ്റിയും ചിന്തിക്കാതെ, ഒരു ഡിസ്ട്രാക്ഷൻ്റെ പുറകെയും പോകാതെ എൻ്റെ ബോഡി അതിനു വേണ്ടി തന്നെ വർക്ക് ചെയ്യും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ ഇത് വർക്ക് ചെയ്യുന്നത്. അതല്ലാതെയും ഭയങ്കര മിറാക്കിളായിട്ടുള്ള വേറെ കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. ഇപ്പോൾ എനിക്കൊരു കാര്യം വേണം, എനിക്കിപ്പം ഒരു വലിയ ഒരു എൻ്റർപ്രണർ ആണോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വാതിലടച്ച് കുറ്റിയിട്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു മാനിഫെസ്റ്റേഷനും സംഭവിക്കില്ല. പകരം നമ്മളുടെ പാട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടായിരിക്കാം. ചിലപ്പോൾ നമ്മൾ പുറത്ത് ഇറങ്ങി ആൾക്കാരോട് സംസാരിക്കണം. ചിലപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ്റെ പവർ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ തീവ്രമായിട്ട് ഈ കാര്യം ആഗ്രഹിക്കുമ്പോൾ നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളുടെ മുന്നിൽ കൊണ്ടുവച്ച് തരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നിങ്ങൾ പുറത്തിറങ്ങിയ ഒരാളോട് സംസാരിക്കാം, പെട്ടെന്ന് ഒരാളൊരു ബിസിനസ് ഐഡിയ പറയും. നിങ്ങൾക്ക് ഫണ്ടിന് വേണ്ടിയിട്ട് എവിടെ നിന്നൊന്നും ഇല്ലാതെ ഒരാൾ വരും, അല്ലെങ്കിൽ ഒരു സോഴ്സ്, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സോഴ്സ് നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ വളരെ വിശ്വസ്തരായ ചില ജോലിക്കാരെ നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ ഒരു പാർട്ട്ണറെ നിങ്ങൾക്ക് കിട്ടും. പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ചിലപ്പോൾ കൊളാബറേറ്റ് ചെയ്യാൻ ഒരാൾ വരാം. അങ്ങനെ പലതും നമ്മളൊട്ടും തിങ്ക് പോലും ചെയ്യാത്ത രീതിയിൽ മൊത്തം ലോകം മുഴുവൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾക്ക് വേണ്ടി വർക്ക് ചെയ്യാനായിട്ട്, നമ്മൾക്ക് വേണ്ടി പണിയെടുക്കാനെന്ന രീതിയിൽ നമ്മുടെ ചുറ്റും ഒരു ബഞ്ച് ഓഫ് ആൾക്കാർ നമ്മുടെ ചുറ്റും നിരന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് കൺമുന്നിൽ നമുക്ക് കാണാൻ പറ്റും. അത് മാനിഫെസ്റ്റേഷൻ്റെ ഭയങ്കര പവറാണ്. ഞാൻ ദൈവവിശ്വാസിയാണ്. അപ്പം കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ ലൈഫ് ഭയങ്കര
അപ്പ് ആൻഡ് ഡൗൺസിലൂടെ അപ്പൊന്നുമില്ല, ഫുൾ ഡൗൺ ആയിട്ട് കടന്നു പോകുമ്പോൾ നമുക്ക് ആരുമില്ല, ഈ ലോകത്ത് ആരും ഇല്ല സംസാരിക്കാനും പറയാനും വിഷമം പറയാനൊന്നും ആരുമില്ല. ആ സമയത്ത് ഞാൻ സംസാരിച്ചിരുന്നതും ഞാൻ എൻ്റെ പ്രശ്നങ്ങളും വിഷമങ്ങളും, കാരണം എൻ്റെ പാരൻസിനോട് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം അവർ ഓൾറെഡി ഭയങ്കര വല്ലാത്ത അവസ്ഥയിലൂടെ പോവാണ്, അസുഖമുണ്ട്, പിന്നെ മാനസികമായിട്ട് ഭയങ്കര തളർന്നിരിക്കുകയാണ്. എൻ്റെ യങ്ങർ ബ്രദറിനോട് പറയാൻ പറ്റില്ല, അവൻ ചെറുതാണ്, അവനോടൊന്നും പറഞ്ഞാലും അവനെന്തിനാണ് വിഷമിപ്പിക്കുന്നത്. പിന്നെ ആരും പറയാനില്ല, കാശും പണം ഇല്ലാത്തവർക്കൊന്നും കൂട്ടുകാരൊന്നും ഇല്ല, ഉണ്ടാവില്ല, നമുക്ക് കൂട്ടുകാരും ഇല്ല, ആരും ഉണ്ടായിരുന്നില്ല. അപ്പം എല്ലാം പറഞ്ഞിരുന്ന ദൈവത്തോടാണ്, ദൈവം എന്നുള്ളൊരു ശക്തി ഉണ്ട് എന്ന്. കാരണം അങ്ങനൊരു തിങ്കിങ് ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുക പോലും എന്നായിരിക്കും എന്നെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഞാൻ സൂയിസൈഡിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ട്, പല തവണ പല രീതിയിലും. പക്ഷെ അപ്പോഴൊക്കെ എനിക്ക് ഈ പറഞ്ഞ എൻ്റെ ഫാമിലി, എനിക്ക് അവരെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്താണ് ഈ പണമില്ലായിരുന്ന സമയത്തും പോലും നമ്മളെ പഠിപ്പിച്ചു അല്ലേ. അപ്പോൾ എനിക്കങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം കൊണ്ട് മാത്രം ഞാൻ പലപ്പോഴും അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. പക്ഷേ ആ സമയത്തൊക്കെയും ഈ ദൈവം എന്നുള്ള ഒരു കൺസെപ്റ്റിനോട് ഞാൻ സംവദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ മാനിഫെസ്റ്റേഷൻ എല്ലാം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ പുള്ളിയോട് സംസാരിക്കും, എനിക്ക് ഇത് വേണം, അതെന്തായാലും ഒരു ഫ്രണ്ടിനോടെന്ന പോലെ ഞാൻ സംസാരിക്കുമായിരുന്നു. ചിലപ്പോൾ നമ്മളുടെ ഉള്ളിൽ തന്നെ ആയിരിക്കും ദൈവം, മേ ബി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡായിരിക്കും ദൈവം, എനിക്കറിയില്ല. പക്ഷേ നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സംഭവിക്കുന്നതായിട്ട്, അത്ഭുതകരമായിട്ട് സംഭവിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പണ്ടൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ എൻ്റെ വേ എന്ന് പറയുന്നത് വെറുതെ ചിന്തിക്കുക മാത്രമായിരുന്നു. അപ്പോൾ ഞാനൊരിക്കലൊരു ഈ മാനിഫെസ്റ്റേഷൻ റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ലേഡിയായിട്ടൊരു ഇൻട്രാക്ഷൻ ഉണ്ടായപ്പോൾ ഞാൻ അടുത്ത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു പല മെത്തേഡ്സ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാനിത് മാത്രമേ ചെയ്യാറുള്ളൂ, ഞാൻ തിങ്ക് ചെയ്യും. അപ്പം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള തിങ്കിങ് പ്രോസസ്സ് ഉള്ളത് കൊണ്ടായിരിക്കും നിങ്ങൾക്കത് സാധിക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ ചിലപ്പം എല്ലാവർക്കും അങ്ങനെ തിങ്ക് ചെയ്താൽ തന്നെ സംഭവിക്കണം. കാരണം എനിക്ക് അന്ന് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു, എനിക്കങ്ങനെ തിങ്ക് ചെയ്തേ പറ്റൂ. എൻ്റെ മുന്നിലുള്ള അവസാനത്തെ ഹോപ്പായിരുന്നു ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. എനിക്ക് വേറെ ഒന്നും ചെയ്യാനുമില്ല, ഡു ഓർ ഡൈ എന്ന് പറയില്ല, ആ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഞാൻ 101% ഞാനത് ബിലീവ് ചെയ്തു. ഞാനതിൽ എൻ്റെ ടൈം ഇൻവെസ്റ്റ് ചെയ്തു. ടൈം ഇൻവെസ്റ്റ് ചെയ്യാനൊന്നുമില്ല, ഫുൾ ടൈം തന്നെ ചിന്തിക്കുന്നത്, വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. ഇത് മാത്രമേ ഉള്ളൂ, അതെൻ്റെയാണ്, ദാറ്റ് പൊസിഷൻ ഈസ് മൈൻ, അല്ലെങ്കിൽ ആ ഒരു ലൈഫ് സ്റ്റൈൽ ദാറ്റ് ഈസ് മൈൻ, ആ ഒരു വീട്, ആ ഒരു കാറ്, അങ്ങനെ എല്ലാത്തിനെ പറ്റിയും പ്രസൻറ്റ് ഇപ്പോഴത് സംഭവിക്കുന്നതായിട്ട് ഞാൻ ചിന്തിച്ചു. അപ്പോഴും ഞാൻ വർക്ക് തന്നെയായിരുന്നു. അപ്പം ഞാൻ ആ സമയത്ത് വർക്ക് ചെയ്തിരിക്കുമ്പോഴും ഞാൻ ചിന്തിക്കും, ഞാൻ അപ്ലൈ ചെയ്ത ആ ജോബിന് വേണ്ടിയിട്ട് ജോബിൽ ഇരിക്കുകയാണ്, ആ എക്സാം എഴുതിയ ആ ഒരു ജോബുണ്ട്, അവിടെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിക്കുകയും അതേ രീതിയിൽ ഞാൻ ജീവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു എൻ്റെ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് നടന്നിരുന്നത്. പക്ഷേ ഇതിന് വേറെ കുറേ വഴികളുണ്ട്. സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് എന്നൊക്കെ പറയും. അതായത് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത്, അതേപോലെ ഉറങ്ങാൻ പോകുന്നതിൻ്റെ മുന്നേയും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു എന്ന രീതിയിൽ ഒരു ബുക്കിൽ എഴുതി വെക്കുക. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ബ്യൂട്ടിഫുൾ ആവാനൊക്കെ നമുക്ക് മാനിഫെസ്റ്റേഷൻ വഴി നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആവാൻ പറ്റും. ബ്യൂട്ടി എന്ന് പറയുന്നതും ഓരോരുത്തരുടെ തിങ്കിങ് പ്രോസസ്സ് അനുസരിച്ചാണ് കേട്ടോ. അപ്പം ഞാൻ സുന്ദരിയാണ് അല്ലെ സുന്ദരനാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരാൾ ചിലപ്പോൾ നിങ്ങൾക്ക് സുന്ദരനോ സുന്ദരിയോ ആണെന്നില്ല. അതൊക്കെ നമുക്ക് തോന്നുമല്ലോ, ഞാൻ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞാൻ സുന്ദരിയാകും, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ സുന്ദരിയാകില്ല എന്ന് പറഞ്ഞ് നമുക്ക് ചില തിങ്കിങ് ഉണ്ടല്ലോ. അതുവരെ നമ്മളുടെ ബ്യൂട്ടി വരെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാം എന്നാണ് പറയുക. അപ്പം ഞാൻ എന്താകണം, അപ്പം ഞാനിപ്പോൾ ഒരു IAS ഓഫീസർ ആണ്, ഞാനിപ്പോൾ ഡിസ്ട്രിക്ട് കളക്ടറാണ്, ഞാനിപ്പോൾ ഇന്ന സ്റ്റേറ്റിൽ ഇന്ന ഡിസ്ട്രിക്റ്റിൽ ഡിസ്ട്രിക്ട് കളക്ടറാണ്, ഇനി ഞാൻ ഇത്രയും ശമ്പളം വാങ്ങുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഞാനൊരു സക്സസ്ഫുൾ എൻ്റർപ്രണറാണ്, എൻ്റെ കീഴിൽ ഇത്ര ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്, എനിക്ക് ഇത്ര ശതമാനം പൈസ എനിക്ക് വരുമാനം കിട്ടുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ, വലിയ കുറേ സ്റ്റോറീസൊക്കെ ഉണ്ട് ഈ മാനിഫെസ്റ്റേഷൻ്റെ. അതിൽ പല ആൾക്കാരും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തന്നെ ലെറ്റർ എഴുതുമായിരുന്നു. അതായത് നിങ്ങൾക്ക് ഇത്ര രൂപയുടെ ചെക്ക് ഞങ്ങൾ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർക്ക് തന്നെ ലെറ്റർ എഴുതിയിട്ട് ആ ലെറ്റർ അവരുടെ ടേബിളിൽ വെക്കും. എന്നിട്ട് അവർ ആ ലെറ്റർ എടുത്തിട്ട് വായിച്ചു, ഓ മൈ ഗോഡ്, എനിക്ക് 1 മില്യൻ്റെ ചെക്ക് കിട്ടി, ഞാൻ ഭയങ്കര റിച്ചായി. എന്നിട്ട് അതവരുടെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കായിരുന്നു. ആ ടെക്നിക്ക് എന്നിട്ട് ആക്ച്വലി അവരുടെ ലൈഫിൽ സംഭവിച്ചതായിട്ട് അവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ
അവർ ജസ്റ്റ് അങ്ങനെ പിന്നീട് അവർക്ക് 1 മില്യൻ്റെ ചെക്കുകൾ കൈപ്പറ്റിയതായിട്ട് അവർ പല 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 ബുക്കുകളിലും ഇൻ്റർവ്യൂ, നിങ്ങൾ വേണമെങ്കിൽ പല യൂട്യൂബ് ചാനലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരുടെ സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഈ സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു മെത്തേഡാണ്. എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. വേണമെങ്കിൽ നിങ്ങളുടെ ബെഡിൻ്റെ അടുത്ത് ഒരു ബുക്കും പെന്നും വെക്കുക, ഇല്ലെങ്കിൽ ഫോണിൽ എഴുതുക. ഫോണിൽ നിങ്ങൾക്ക് റൈറ്റിംഗ് എന്തെങ്കിലും ഒരു ആപ്പ് ഉണ്ടാവുമല്ലോ, അതിലെഴുതി വെക്കുക. നിങ്ങൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് എഴുതി വെക്കുക. അവസാനം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എഴുതി അവസാനിപ്പിക്കുന്നത് ഗ്രാറ്റിറ്റ്യൂഡോട് കൂടിയായിരിക്കണം. താങ്ക് യു പറഞ്ഞുകൊണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ലൈഫിൽ. നമ്മൾക്ക് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും നന്ദിയോടെ ഓർക്കുക. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു മിഠായിയാണ് കിട്ടുന്നത് എങ്കിൽ പോലും അതിനെ നന്ദിയോടെ ഓർക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് ലൈഫിൻ്റെ പാർട്ടാക്കുക. നിങ്ങളുടെ ലൈഫിൽ പോസിറ്റിവിറ്റി ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ നല്ല കാര്യങ്ങളെയും നിങ്ങൾ പോസിറ്റീവായിട്ട് നിങ്ങൾ ചിന്തിക്കുക. അതായത് നിങ്ങൾക്കിപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് താമസിക്കാൻ നിങ്ങളുടെ തലയ്ക്ക് മുകളിലൊരു റൂഫ് ഉണ്ടായിരിക്കും, ഒരു സേഫ് ആൻഡ് സെക്യൂർഡ് പ്ലേസ് ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണം ഉണ്ടാകും, നിങ്ങൾക്ക് കുടിക്കാൻ വെള്ളം ഉണ്ടാകും, നിങ്ങൾക്കിപ്പോൾ ഇത് കേൾക്കാൻ ഒരു ഫോണുണ്ട്, നിങ്ങൾക്ക് അതിന് ചിലപ്പോൾ ഒരു ഹെഡ്സെറ്റ് ഉണ്ടാവും, നെറ്റ് റീചാർജ് ചെയ്യാനുള്ള പൈസ കിട്ടിയിട്ടുണ്ടാവും, നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുണ്ടാവും. എല്ലാത്തിനോടും ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക. നിങ്ങൾ എഴുതി അവസാനിപ്പിക്കുമ്പോൾ ഒന്നുകിൽ ദൈവത്തോട് അല്ലെങ്കിൽ യൂണിവേഴ്സ്, നമ്മളെപ്പോഴും മാനിഫെസ്റ്റേഷൻ നമ്മൾ യൂണിവേഴ്സിനോടാണ്, ലോകത്തോട്, യൂണിവേഴ്സിനോടാണ് നമ്മൾ നന്ദി പറയുന്നത്. പ്രപഞ്ചമേ, എനിക്ക് ഇത്രയും വലിയൊരു മഹത്തായ ഒരു കാര്യം നടത്തി തന്നതിന് ഞാൻ അത്രയും നന്ദിയുള്ളവനായിരിക്കുന്നു എന്ന് പറഞ്ഞ് വളരെ നന്ദി രേഖപ്പെടുത്തിയിട്ട് ആ നോട്ട് അവസാനിപ്പിക്കുക. ആ നന്ദി പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ ആ സന്തോഷം മുഴുവൻ നിങ്ങൾ ഫീൽ ചെയ്യണം, ആ എക്സ്പീരിയൻസ് ചെയ്യണം. ആ ഒരു നമ്മൾ ആ ഒരു എല്ലാം അച്ചീവ് ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ഹാപ്പിനെസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു, ആ ഹാപ്പിനെസ് നിങ്ങൾ ആ എഴുതുമ്പം ആ ഹാപ്പിനെസ് നിങ്ങൾ ഫീൽ ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കാൻ. ഓക്കെ, അടുത്ത കാര്യം, ഇത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് വെച്ചിട്ട് എഴുതുന്നു. ഇനി യൂണിവേഴ്സ് വേണമെന്നില്ല, നിങ്ങൾ ദൈവവിശ്വാസിയാണ്, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ആരുമായിക്കോട്ടെ, ആ ദൈവത്തോട് നിങ്ങൾ പറയുക, കർത്താവേ, അല്ലെങ്കിൽ അല്ലാ, അല്ലെങ്കിൽ കൃഷ്ണ, ദേവി, ആരാന്ന് വെച്ചാൽ അവരുടെ അടുത്ത് പറയാം, എന്നെ ഇത്രയും സഹായിച്ചല്ലോ, എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. ഇപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഇന്നത് വേണ്ട ഒരു ആരാധനാലയത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ എനിക്കിന്നത് വേണ്ട എന്നല്ല ഞാൻ പ്രാർത്ഥിക്കാറ്. ഞാൻ പ്രാർത്ഥിക്കുന്നത്, എനിക്ക് നീ ഇന്നതെല്ലാം തന്നല്ലോ, അതിനെല്ലാം ഞാൻ നന്ദിയുള്ളവളായിരിക്കും. എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞാൻ ആഗ്രഹിച്ച അതെനിക്ക് നീ തന്നല്ലോ, ഇതെനിക്ക് തന്നല്ലോ, എനിക്ക് ഇങ്ങനെ തന്നല്ലോ, എത്ര നന്ദി പറഞ്ഞാലും മതിയല്ലോ. നന്ദിയാണ് ഞാൻ പറയാറുള്ളത്. എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നല്ല, അത് എൻ്റെ ഒരു വേ അങ്ങനെയാണ്. ഞാൻ അത്രയും നന്ദിയുള്ളവളാണ് എന്ന് ഞാൻ ദൈവത്തോട് ധരിപ്പിക്കാറ്. അല്ലാത്തപ്പോഴും ഞാൻ ദൈവത്തോട് സംസാരിക്കാറുണ്ട്. എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിക്കാം. എനിക്ക് ഇങ്ങനെ കിട്ടിയിട്ട് നന്നായി, ഇതായിരുന്നു നന്നായിരുന്നു, അതെന്തായാലും എനിക്ക് കിട്ടുമല്ലേ, അതെൻ്റെ ആണല്ലേ എന്ന് അല്ലാത്ത സമയത്ത് ഞാൻ സംസാരിക്കാറുണ്ട്. നേരിട്ട് ദൈവത്തെ കാണുന്ന ആ ഒരു ആരാധനാലയങ്ങളിൽ പോകുമ്പോഴങ്ങനെയാണ് നേരിട്ട് അപ്പോൾ എനിക്ക് തന്നതിനെല്ലാം ഞാൻ നന്ദി പറയുമായിരുന്നു. അപ്പോൾ ഗ്രേറ്റ്ഫുൾ ആവുക, അതിനുശേഷം നോട്ട് അവസാനിപ്പിക്കുക. ഇത് തന്നെ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുന്നേയും ചെയ്യാം. ഇത് സ്ക്രിപ്റ്റിംഗ് മെത്തേഡ്. ഇത് ഇത് ഭയങ്കര പവർഫുള്ളാണ് എന്നാണ് പറയുന്നത്. കാരണം നമ്മളുടെ വിരലിൻ്റെ അറ്റത്തെ ന്യൂറോൺസും ഡയറക്റ്റ് ബ്രെയിനിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് ഉള്ള കണക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എഴുതുക എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഈ ഉറക്കം എഴുന്നേൽക്കുമ്പോഴും ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ആകുമ്പോഴത്തേക്കും നമ്മളുടെ മൈൻഡ് ഓൾറെഡി തന്നെ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്ന, സബ് കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡിൻ്റെയും ആ ഒരു ഇടയ്ക്കൊരു സംഭവത്തിലായിരിക്കും. അപ്പോൾ നിങ്ങളിത് എഴുതുമ്പോഴത്തേക്കും അത് ഡയറക്റ്റ് സബ് കോൺഷ്യസ് മൈൻഡിന് എല്ലാ കമാൻഡ് പോകും എന്നാണ് തിയറി. അതൊരു മെത്തേഡ്. പിന്നെ ഒരുപാട് മെത്തേഡുണ്ട്. ഈ വാട്ടർ, അതായത് ഒരു കാര്യം ചിന്തിച്ച് അത് എഴുതി വെച്ചിട്ട് ആ വെള്ളം കുടിക്കുന്ന അങ്ങനെയുള്ള മെത്തേഡ്. പിന്നെ ബേ ലീഫിൽ എഴുതി കത്തിച്ച് കളഞ്ഞിട്ടുള്ള മെത്തേഡ്. കുറേ മെത്തേഡ്സൊക്കെ വേണമെങ്കിൽ ഞാൻ വേറെ പറഞ്ഞുതരാം. പക്ഷേ എനിക്ക് ഭയങ്കര ഈസി ആൻഡ് എഫക്റ്റീവായിട്ട് ഫീൽ ചെയ്ത ഒരു മെത്തേഡുണ്ട്. അത് ഞാനൊരു യൂട്യൂബ് ചാനലിൽ കണ്ടതാണ് ആക്ച്വലി. അത് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര കുറച്ചുകൂടെ എനിക്ക് റിലേറ്റ് ചെയ്യപ്പെടാനും അതുപോലെ തന്നെ എനിക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ടും കുറച്ചും കൂടെ എന്നെ ഹാപ്പി ആക്കിയ ഒരു മെത്തേഡായിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ,
നമുക്ക് ഇപ്പോൾ ഒരുപാട് വീഡിയോ മേക്കിംഗ് ടൂൾസ് അവൈലബിൾ ആണ്. ലൈക്ക് ഞാൻ ചെയ്യാറുള്ളത് ഇൻഷോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പുണ്ട്. ഇൻഷോട്ടിൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ നമുക്ക് അതിനകത്ത് ചെയ്യാം. അപ്പം എനിക്കിപ്പോൾ ഒരു ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഞാൻ പറയാം, എൻ്റെ ഒരു വിഷ് ഞാൻ പറയാം. എനിക്ക് ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു വീട്, ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു വണ്ടി, ഒരു വളരെ എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ അടുത്ത് ഭയങ്കര ഒബ്സസ്ഡ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ, ഒരു ഫാമിലി, എൻ്റെ പാരൻസ് ഭയങ്കര ഹെൽത്തി ആയിട്ടിരിക്കുന്നു, എൻ്റെ സിബ്ലിങ്സ് ഹെൽത്തി ആയിട്ടിരിക്കുന്നു, സന്തോഷവും ഹാപ്പിനെസ്സും ഉള്ള ഒരു ഫാമിലി, നല്ല ഓരോ ദിവസവും മുന്നേക്ക് തന്നെ പോകുന്ന ഒരു കരിയർ. ഇതാണ് എൻ്റെ ഡ്രീം ലൈഫ് എന്ന് വിചാരിക്കുക. ആ ലൈഫ് സ്റ്റൈലാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വിചാരിക്കുക. ഞാനപ്പോൾ എന്ത് ചെയ്യും? ഞാൻ അത് റിലേറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് ഞാൻ ഓൺലൈനിൽ നിന്നും കളക്ട് ചെയ്യും. ഗൂഗിൾ വഴിയോ അല്ല പിൻട്രസ്റ്റിലോ ഒക്കെ നിങ്ങൾക്ക് അതിനുള്ള പിക്ചേഴ്സ് കളക്ട് ചെയ്യാം. പിക്ചേഴ്സ് കളക്ട് ചെയ്തിട്ട് ആ പിക്ചേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇൻഷോട്ടിൽ നിങ്ങൾക്ക് ആ പിക്ചേഴ്സ് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വീഡിയോ ക്രിയേറ്റ് ഒന്നുമില്ല, അത് ഭയങ്കര ഈസിയാണ്. ഞാൻ വേണമെങ്കിൽ അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. ജസ്റ്റ് ആർക്കും ചെയ്യാൻ പറ്റാവുന്ന കാര്യമുള്ളൂ. അങ്ങനെ നിങ്ങൾ പിക്ചേഴ്സ് ആഡ് ചെയ്ത് നിങ്ങൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുക. വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ അതിനൊരു വോയിസ് ഓവർ കൊടുക്കുക. അതിൽ തന്നെ വോയിസ് ഓവർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണത് ചെയ്യാന്നുള്ളത്. അപ്പോൾ ആ വോയിസ് ഓവറിനകത്ത് നിങ്ങൾക്ക് പറയാം, എൻ്റെ പേര് ഇന്നതാണ്, ഞാൻ ഇന്ന സ്ഥലത്താണ് താമസിക്കുന്നത്, ഇത് എൻ്റെ പുതിയ വീടാണ്. എപ്പോഴാണ് നിങ്ങളുടെ ആ ലക്ഷൂറിയസ് വീടിൻ്റെ പിക്ചർ നിങ്ങൾ കാണിക്കുമല്ലോ, ഇതെൻ്റെ ലക്ഷൂറിയസ് ആയിട്ടുള്ള എൻ്റെ പുതിയ വീടാണ്, ഞാനിപ്പോൾ കൺസ്ട്രക്ട് ചെയ്താണ്, എൻ്റെ സ്വന്തം പേരുള്ള വീടാണ്, 1.5 കോടി രൂപയുടെ വീടാണത്, ഇതെൻ്റെ ഏറ്റവും പുതിയ കാറാണ്, ഇന്ന മോഡൽ കാറാണത്, ഇത്ര ലക്ഷം രൂപയ്ക്ക് ഞാൻ വാങ്ങിയ കാറാണ്, ഇത് കണ്ടോ, ഇതാണ് എൻ്റെ ഹസ്ബൻഡ് എന്നൊന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരാളുണ്ടാകാം, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിരിക്കില്ല, ഒരു ഇമാജിനറി പേഴ്സൺ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ ആളാണോ വേണ്ടത് അതുപോലത്തെ ഒരാളുടെ ഫോട്ടോ വയ്ക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എന്താണ് പറയുക, ഒരു ഷാഡോ പോലത്തെ എന്തെങ്കിലും വയ്ക്കുക. ഇതാണ് എൻ്റെ ഹസ്ബൻഡ്, എന്നെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ വൈഫ് അങ്ങനെയാണെങ്കിൽ വൈഫ് എന്നെ ഇത്രയും സ്നേഹിക്കുന്നു, എനിക്ക് ഇത്രയും മക്കളുണ്ട്, ഞങ്ങൾ ഭയങ്കര ഹാപ്പി ലൈഫാണ്, ഭയങ്കര സക്സസ്ഫുള്ളാണ്, ഞാൻ ഇന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്നു, എന്നിട്ട് ആ സ്ഥാപനത്തിൻ്റെ ഫോട്ടോ വയ്ക്കുക, അവിടെ ജോലി ചെയ്യുന്നു, എന്തായിട്ട് ജോലി ചെയ്യുന്നു, അങ്ങനെ എല്ലാം നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പറയാം. നിങ്ങളെപ്പറ്റി, നിങ്ങളുടെ ആ ഒരു ഫ്യൂച്ചർ ലൈഫ് ഉണ്ടല്ലോ, ആ ലൈഫ് എന്താണെന്നുള്ളത് നിങ്ങൾ പറയാം. പറഞ്ഞ് ആ ഫുൾ വോയിസ് ഓവറും ചെയ്തിട്ട് അതൊരു 4 മിനിറ്റ്സ് 5 മിനിറ്റ്സ് അത്ര മതി. ചെയ്ത് നിങ്ങൾ ആ വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ സ്ക്രിപ്റ്റിങ്ങിന് പകരമായിട്ട് രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോഴും ഉറങ്ങാൻ പോകുന്നതിന് മുന്നേയും ഈ വീഡിയോ നിങ്ങൾ കാണുക. ഇതായിരിക്കണം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവേണ്ട ആ വിഷ്വലൈസേഷൻ, യുവർ ലൈഫ്, യുവർ റിയാലിറ്റി. അതിപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മോഡലാവണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതി, ഇത് ഞാനാണ്, നിങ്ങളുടെ തന്നെ ഫോട്ടോ വയ്ക്കാം, ഞാൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും സൂപ്പർ മോഡലാണ്, അല്ലെങ്കിൽ വേൾഡിൽ തന്നെ സൂപ്പർ മോഡലാണ്, എൻ്റെ ഹെയർ ഭയങ്കര ഹെൽത്തി ലെങ്തി ആണ്, അതുപോലെ എൻ്റെ സ്കിൻ ഭയങ്കര പെർഫെക്റ്റ് ആണ്, എന്നെ ഇന്ന ഏജൻസി എന്നെ ഇപ്പോൾ ഹയർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്. ഇപ്പം നിങ്ങൾക്കിപ്പം നല്ലൊരു കോഴ്സ് അഡ്മിഷൻ കിട്ടണം എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ വയ്ക്കുക ഫസ്റ്റ്. എന്നിട്ട് ഞാൻ ഇന്ന എൻട്രൻസ്, എന്താ എൻട്രൻസ് എന്ന് വെച്ചാൽ ആ എൻട്രൻസ് എഴുതി, എനിക്ക് ഇത്ര റാങ്ക് കിട്ടി, ഞാനിപ്പോൾ ഇന്ന കോളേജിൽ ഞാൻ അഡ്മിഷൻ എടുത്തു, ഞാനിപ്പോൾ അവിടെയാണ് പഠിക്കുന്നത്, ഭയങ്കര സക്സസ്ഫുള്ളായിട്ട് പോകുന്നു, എൻ്റെ ഓരോ സെമസ്റ്റേഴ്സ് നല്ല മാർക്ക് മേടിച്ചാണ് ഞാൻ സക്സസ്ഫുള്ളായിട്ട് പോകുന്നത്, ഇപ്പോൾ ഞാൻ ഫൈനൽ ഇയറാണ്, ഇപ്പോൾ എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടി, എൻ്റെ അന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ലൈഫിൽ വേണ്ടത് അതിനെപ്പറ്റി നിങ്ങൾ തന്നെ നിങ്ങളുടെ ഓൺ വീഡിയോ നിങ്ങൾ ക്രിയേറ്റ്, ആരും കാണിക്കേണ്ട, ഒരാളും കാണണ്ട, നമ്മൾ ഇത്രയും വിയേർഡ് തിങ്ക് ചെയ്യുന്നൊന്നും ആരും അറിയണ്ട. ചിലപ്പം ആരെങ്കിലും കണ്ടാൽ നമ്മളെ കളിയാക്കുമായിരിക്കും, വട്ടാണെന്ന് പറയുമായിരിക്കും, ഓക്കെ ഫൈൻ, വട്ടാണ്, അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതിയല്ലോ ആ വട്ട്. അത് നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുക, രാവിലെയും രാത്രിയും നിങ്ങൾ കാണാം, ഭയങ്കര എഫക്റ്റ് ഉണ്ടാവും. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ നമുക്കത് ബിലീവ് ചെയ്യാനായിട്ട്, ഇതൊക്കെ നടക്കുമോ, ബട്ട് സ്ലോലി നിങ്ങളുടെ മൈൻഡ് ആ റിയാലിറ്റിനെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങും. എത്രത്തോളം വേഗം നിങ്ങൾ ആ റിയാലിറ്റിനെ അക്സെപ്റ്റ് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങളുടെ സക്സസ്സും നിങ്ങളുടെ അരികിലേക്ക് എത്തും. നിങ്ങൾ ആ ഒരു ലൈഫിനായിട്ട് നിങ്ങൾ ജീവിച്ച് തുടങ്ങുക. ആ ഒരു ലൈഫിലാണ് ഇപ്പം ഞാൻ ജീവിക്കുന്നത്, ഇപ്പം ഞാൻ ഇങ്ങനെയാണ്, ഇമാജിനറി വേൾഡിൽ ജീവിച്ചോ, ഒരു കുഴപ്പമില്ല, അതിലൊന്നും ഒരു തെറ്റുമില്ല, നമ്മളോട് കള്ളം പറയുമോ ഒന്നുമല്ല, വി ആർ ലിവിങ് ഇൻ ദ ഫ്യൂച്ചർ, അത്രേ ഉള്ളൂ അതിൻ്റെ കാര്യം. അത്
ഒരു അടിപൊളി ടെക്നിക്കാണ്, ഭയങ്കര എഫക്റ്റീവാണ്. ഒരുപാട് ആൾക്കാർക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടിയിട്ടുള്ളതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ ആ വീഡിയോ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ മാനിഫെസ്റ്റേഷനിൽ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം, എൻ്റെ ഒരു ഫ്രണ്ട്, ഞാൻ ഒരുപാട് പുള്ളീനെ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ തന്നെ വളരെ ഡിഫിക്കൽട്ടായൊരു എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പുള്ളി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പുള്ളീനെ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്ത് പുള്ളിക്ക് അത് ക്ലിയർ ചെയ്ത് നല്ലൊരു സ്ഥലത്ത് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, അപ്പം പിന്നെ ഞാൻ എൻ്റെ ജോബ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ബിസി ആയിപ്പോയി. പുള്ളിയായിട്ട് കോൺടാക്റ്റ് ഒന്നുമില്ല, വല്ലപ്പോഴും ഫ്രണ്ടാണ്, വല്ലപ്പോഴും വിളിച്ചെങ്കിലായി അങ്ങനെ. അപ്പം പുള്ളിക്കും ഈ ഒരു മാനിഫെസ്റ്റേഷൻ്റെ ഭയങ്കരമായിട്ടും ഇത് പവർ മനസ്സിലായി. കാരണം കുറേ നാളായിട്ട് ട്രൈ ചെയ്യുന്നതായിരുന്നു, കിട്ടിയില്ല. മാനിഫെസ്റ്റേഷൻ്റെ പവർ കൊണ്ട് മാത്രം കിട്ടിയാന്ന് പുള്ളിക്ക് മനസ്സിലായി. പക്ഷേ പുള്ളി എന്നിട്ട് ഒരിക്കൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്കറിയോ ഞാൻ കുറേ നാളായിട്ട് ഞാൻ ഭയങ്കരമായിട്ടൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എല്ലായിടത്തും അതിനെപ്പറ്റി എഴുതി, എൻ്റെ ചുമര് മുഴുവൻ ഞാനത് എഴുതി ഒട്ടിച്ചു വെച്ചു. പക്ഷേ എനിക്കത് കിട്ടി. ഞാൻ അത്രയ്ക്കും ഡെസ്പറേറ്റായിട്ട് ഞാൻ അതിനെപ്പറ്റി തന്നെ ആലോചിക്കും, മാനിഫെസ്റ്റ് ചെയ്യും. ബട്ട് എനിക്കത് കിട്ടിയില്ല. ഞാൻ ഭയങ്കര ഇതായിപ്പോൾ, എന്താണ് എൻ്റെ മിസ്റ്റേക്ക്, എന്താണതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ഭയങ്കര അതിൽ പുള്ളി ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക്, മാനിഫെസ്റ്റേഷനിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഡെസ്പെറേറ്റ് ആവുക എന്നുള്ളതാണ്. നമ്മളുടെ എനർജി ഡെസ്പെറേറ്റ് എനർജി ആവരുത്. ഡെസ്പെറേറ്റ് എനർജി എന്ന് പറയുന്നത് അവിടെ ലാക്കാണ്. എനിക്കതില്ല, എനിക്കത് കിട്ടുമോ ഭയങ്കര അങ്ങനെയല്ല. ഡിറ്റാച്ച്ഡ് ആവുക. ഡിറ്റാച്ച്മെൻറ്റ് ഈസ് എ കീ. നിങ്ങളൊരു കാര്യം ആഗ്രഹിച്ചു, ഒരു കാര്യം നിങ്ങൾക്ക് വേണം എന്ന് ചിന്തിച്ചു, നിങ്ങൾക്കത് കിട്ടിയെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിനെപ്പറ്റി അത് വേണം, അത് അങ്ങനെ ചിന്തിക്കുമോ? ഇല്ലല്ലോ. അത് കിട്ടിക്കഴിഞ്ഞാൽ അതെൻ്റെ സ്വന്തമാണ്, ഞാനതിൽ ഹാപ്പിയാണ്, ദാറ്റ്സ് ഓൾ. നമ്മളതിൽ ആ ഒരു സന്തോഷത്തിൽ, ആ ഒരു ഹാപ്പിനെസ്സിൽ നമ്മളിങ്ങനെ എന്താ പറയുക, വിരാജിക്കും അല്ലേ. നമ്മളതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കും, എനിക്ക് അതെൻ്റെ സ്വന്തമായി, അവസാനം അതെൻ്റെ സ്വന്തമാണ്, ഇപ്പം ഞാൻ ആ ഒരു ഇത് ലൈഫിലാണ്, നമ്മളെ സ്വന്തം. അല്ലെങ്കിൽ അതാവണം എന്ന് ചിന്തിക്കുന്നു. എത്രത്തോളം ഡെസ്പിറേഷൻ നിങ്ങൾ കാണിക്കുന്നു, അത്രത്തോളം നിങ്ങൾക്ക് എന്ത് സംഭവിക്കും, നിങ്ങൾക്ക് ലൈഫിൽ ഭയങ്കര ഒരു തരം അത് നിങ്ങളിൽ നിന്ന് റിപ്പൽ ചെയ്തു പോകും. നിങ്ങളിൽ നിന്നും അത് അകന്നു പോവുകയേ ചെയ്യുള്ളൂ. ഒരിക്കലും നിങ്ങൾക്കത് കിട്ടത്തില്ല. ഭയങ്കര എന്താ പറയുക, തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നതും ഡെസ്പെറേറ്റായിട്ട് ആഗ്രഹിക്കുന്നതും രണ്ടും രണ്ട് മീനിങ്ങാണ്. നിങ്ങൾ ശ്രദ്ധിച്ച റിലേഷൻഷിപ്സിലൊക്കെ നമ്മൾ ഡെസ്പെറേറ്റായിട്ട് നമ്മളൊരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അയാൾ നമ്മളെ വിട്ടിട്ടും, പകരം നമ്മൾ എല്ലാ കാര്യത്തിലും ഡിറ്റാച്ച്മെൻറ്റ് നിങ്ങൾ ശീലിക്കുക. ഞാൻ നിങ്ങളെ സെൽഫിഷ് ആവാനാണ് പഠിപ്പിക്കുക. സെൽഫിഷ് ആകണം, നമ്മൾ ലൈഫിൽ സെൽഫിഷ് ആവണം. അതേപോലെ നമ്മൾ ഡിറ്റാച്ച്ഡ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ലൈഫിൽ സക്സസ് ഉണ്ടാവുള്ളൂ, ലൈഫിൽ ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ. നമ്മൾ എല്ലാത്തിലോട്ടും ഭയങ്കര അറ്റാച്ച്ഡായി, ഭയങ്കര ഒരു കാര്യത്തിലും ഭയങ്കരമായിട്ട് നമ്മളതിനോട് എന്താ പറയുക, ഫോക്കസ്ഡായി ഭയങ്കര ഇതായിക്കഴിഞ്ഞാൽ അത് നമ്മളിൽ നിന്ന് അകന്ന് പോവുകയുള്ളൂ. ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിച്ചു, ഇപ്പോൾ നിങ്ങൾ രാവിലെ നിങ്ങൾ ഇത് മാനിഫെസ്റ്റ് ചെയ്തു, നിങ്ങൾക്കത് കിട്ടി എന്നുള്ള ആ ഒരു സന്തോഷം നിങ്ങളുടെ മൈൻഡിൽ മുഴുവൻ നിറച്ചിട്ടാണ് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ അവസാനിപ്പിക്കുന്നത്. കാരണം ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താ, നിങ്ങൾക്ക് അതെല്ലാം കിട്ടി, നിങ്ങൾ ഹാപ്പിയാണ്. ഓക്കെ, പിന്നെ നിങ്ങൾ ഹാപ്പിയായിട്ട് നിങ്ങളുടെ അന്നത്തെ ദിവസം കഴിച്ചു വിട്. പിന്നെ രാത്രി ഉറങ്ങാൻ പോകുന്ന എൻ്റെ ലൈഫല്ല, എനിക്ക് കിട്ടി, സന്തോഷം മാത്രം. പിന്നെ അതിനെപ്പറ്റി അയ്യോ എനിക്കത് കിട്ടും. ഈ നിങ്ങൾ ആ ഡെസ്പിറേഷൻ കിട്ടുമോ എന്നുള്ള ആ ഒരു പേടിയും ഭയവും, ഒബ്വിയസ്ലി അതിൽ ഡൗട്ട് വരുമ്പോഴത്തേക്കുമാണ് നമുക്കത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവാം. അപ്പോൾ അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവുക, എന്നാൽ നമ്മൾ ആ ഒരു ലൈഫിൽ ലീവ് ചെയ്യുന്നുണ്ടെന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന പോലെ ഹാപ്പി ആയിട്ട് അതിനെപ്പറ്റി ജീവിക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നെ നമുക്ക് അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് മാനിഫെസ്റ്റ്, എന്ത് കാര്യം വേണേലും, എനിത്തിങ് യു ക്യാൻ മാനിഫെസ്റ്റ്, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. പണ്ട് ഞാൻ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് പറയുമായിരുന്നു, എന്തും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, എനിക്കൊരു എയ്റോപ്ലെയിൻ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും എന്ന് ഞാൻ പറയാം. പറ്റും. ഇന്ന് പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇന്ന് പറ്റില്ല. പക്ഷേ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് എടുത്തു, അതിനുവേണ്ടി ഞാൻ പഠിച്ചു, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് എനിക്ക് പറ്റും. എന്തുകൊണ്ട് എനിക്ക് പറ്റില്ല? എന്നെപ്പോലെയുള്ള ആൾക്കാർ തന്നെയാണ് ഇത്തരത്തിലുള്ള എയ്റോപ്ലെയിൻ ഉണ്ടാക്കിയിട്ടുള്ളത്, ഈ ലോകം ഭരിച്ചിട്ടുള്ളത്, ഈ ബില്യനേഴ്സ് ആയിട്ടുള്ളതും മില്യനേഴ്സ്, ട്രില്യനേഴ്സ് ഒക്കെ ആയിട്ടുള്ളതും എന്നെപ്പോലെയുള്ള കയ്യും കാലും ബുദ്ധിയും
ഒക്കെയുള്ള സാധാരണ മനുഷ്യർ തന്നെയാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് പറ്റില്ല? എനിക്ക് പറ്റും, നിങ്ങൾക്ക് പറ്റും, നമ്മൾ ഓരോരുത്തർക്കും പറ്റും. നമുക്ക് പറ്റാത്തതായിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താ? ലൈഫിൽ എപ്പോഴും പോസിറ്റീവ് ചിന്തകൾ മാത്രം കൊണ്ടുവരിക. ചിന്തകളെ എപ്പോഴും സൂക്ഷിക്കുക, ചിന്തകളെ സൂക്ഷിക്കുക. അതുപോലെ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് അകന്ന് മാറി നടക്കുക. നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ ചുറ്റുമുള്ളവരുമാണ്. നിങ്ങളുടെ ഫ്രണ്ട്സ് എന്താണെന്നുള്ളത് എപ്പോഴും വാച്ച് ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ആകെത്തുകയാണെന്ന് പറയും. നിങ്ങളുടെ ഫ്രണ്ട്സുള്ള ആൾക്കാരെന്താണ്, അവരുടെ ആവറേജ് ഒരു ആകെത്തുക എന്താവും, അത് മാത്രമാകും നിങ്ങൾ. അപ്പം നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ലൈഫിലാകണം എന്നുള്ളത്, അതേ ഡ്രീമുള്ള, അതേ പാഷനുള്ള, അതേ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരെ ചുറ്റും കൂട്ട്. ചിലപ്പോൾ നമുക്ക് നെഗറ്റിവിറ്റി നമ്മൾക്ക് കൊണ്ടു തരുന്ന ആൾക്കാരാണ്, അതൊന്നും നടക്കത്തില്ല, നീ എന്ത് വിചാരിക്കുന്നത്, ഇതൊക്കെ നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല, ഇതൊന്നും നമ്മളെ എന്ത് നീ വിചാരിക്കുന്ന ലൈഫ് ഇത്ര ഈസിയാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാവർക്കും പറ്റണ്ടേ? അതെ, എല്ലാവർക്കും പറ്റണ്ടേ? എല്ലാവർക്കും പറ്റുന്നില്ല. കാരണം എന്താ? ഇതുപോലെ നെഗറ്റീവ് ചിന്തകളുള്ള ആൾക്കാർക്കൊന്നും പറ്റത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരെ ദയവ് ചെയ്ത് ഒഴിവാക്കി. ചിലപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ള ആൾക്കാരുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഫാമിലി തന്നെയായിരിക്കും, ഒഴിവാക്കാൻ പറ്റാത്ത ഫ്രണ്ടായിരിക്കും. മാക്സിമം അത്തരത്തിലുള്ള സമയം പ്ലീസ് ഇങ്ങനെയൊന്നും എന്നോട് സംസാരിക്കരുത് എന്ന് പറയാം. ഞാൻ എൻ്റെ അമ്മയടുത്ത് പറഞ്ഞിട്ടുണ്ട്. അമ്മ ഭയങ്കര നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന ആളായിരുന്നു. ഒന്നും നടക്കത്തില്ല, നമ്മുടെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയില്ലേ, നമുക്ക് എന്നും ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഇപ്പം നിർത്തിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ സംസാരിക്കരുത്. ഞാൻ സംസാരിക്കണമെങ്കിൽ ആ മൂലയ്ക്ക് പോയിരുന്ന് സംസാരിച്ചു, സ്വന്തമായിട്ട് സംസാരിച്ചു. എൻ്റെ അടുത്ത് വന്നിട്ട് ഇത് പറയരുത്, എനിക്കത് കേൾക്കണ്ട. എനിക്ക് ആ നെഗറ്റീവ് കേൾക്കുന്നതോടുകൂടി നമ്മുടെ മൈൻഡിൽ അത് സ്റ്റോർ ചെയ്യപ്പെടും, നമ്മളുടെ ലൈഫും അതനുസരിച്ച് മാറും. പിന്നെ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ അങ്ങനെ ചിന്തിക്കുമ്പം അത് എല്ലാവരെയും കൂടി അഫക്റ്റ് ചെയ്യുന്നത്, നമ്മുടെ ലൈഫ് എന്നാണ് പറയണേ. അപ്പം നമ്മളെല്ലാവരുടെ ലൈഫ് അതുപോലെ ആയിപ്പോവുക ചെയ്യുന്നത്. അങ്ങനെ ചിന്തിക്കരുത്. നമ്മുടെ ലൈഫ് ഒരു പ്രോബ്ലം ഇല്ല. എന്ത് ലൈഫിൽ പ്രോബ്ലം ഉണ്ടോ? പ്രോബ്ലം ഇല്ലാത്ത ഒരാളുമില്ല. പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് വരാനുണ്ടെങ്കിൽ ഒരു റീസൺ ഉണ്ട്. ഇന്നിപ്പോൾ എനിക്കിത് സംഭവിച്ചെങ്കിൽ അത് നാളെ എനിക്ക് നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് ഉറച്ച് വിശ്വസിക്കുക. നല്ലത് മാത്രമേ നിങ്ങൾക്ക് സംഭവിക്കൂ ലൈഫിൽ. 100% ഞാൻ അടിവരെ ഇട്ട് തരാം. എൻ്റെ ലൈഫിൽ ഒരുപാട് മോശം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ മോശം കാര്യങ്ങൾ സംഭവിച്ച എല്ലാം നല്ലതിന്, എല്ലാം. അത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്ന ഞാനാകില്ലായിരുന്നു. 100% എനിക്ക് എഴുതി ഒപ്പിട്ട് തരാൻ പറ്റും. സോ നിങ്ങളുടെ ചിന്തകളെ ശ്രദ്ധിക്കുക, നിങ്ങൾ കാണുന്നതിനെയും കേൾക്കുന്നതിനെയും നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളെപ്പോഴും കേൾക്കുന്നത് സാഡ് സോങ്, അതുപോലെ ആൾക്കാരുടെ ബുദ്ധിമുട്ട്, സങ്കടം, കഷ്ടപ്പാട്, അതാണോ നിങ്ങൾ കാണുന്നത് എപ്പോഴും? അല്ലെങ്കിൽ പട്ടിണി, ദാരിദ്ര്യം, അങ്ങനെയൊക്കെയാണോ നിങ്ങൾ കാണുന്നത്? അല്ലെങ്കിൽ വിഷമം, സങ്കടം, ഇതൊന്നും അറിയണ്ട കേൾക്കണ്ടെന്നൊന്നുമല്ല പറയാം. നമ്മളൊരു ഡ്രീമിൽ, നമ്മളൊരു ജേണിയിലാണ് അല്ലേ? നമുക്കൊരു കാര്യം ലൈഫിൽ അച്ചീവ് ചെയ്യണം എന്നല്ലേ നമ്മൾ ആ ഒരു പീരീഡിലേക്കെങ്കിലും നിങ്ങൾ ഇത്തരത്തിലുള്ള കാഴ്ചകളും കേൾക്കേണ്ടതും എല്ലാം ഒഴിവാക്കി നിർത്തുക. പോസിറ്റീവുള്ള കാര്യങ്ങൾ മാത്രം കാണുക. പോസിറ്റീവുള്ള കാര്യങ്ങൾ, കാരണം നമ്മളുടെ മുന്നിൽ എല്ലാം അവൈലബിളാണ്. നമ്മളുടെ മുന്നിൽ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് എല്ലാം നമ്മുടെ മുന്നിൽ, സ്നാപ്ചാറ്റ് എല്ലാം ഉണ്ട് നമ്മുടെ മുന്നിൽ. നമുക്ക് പല രീതിയിലുള്ള എല്ലാ ഇൻഫർമേഷനും തലയിൽ കയറ്റി വെക്കണ്ട. ആവശ്യമുള്ളത് മാത്രം തലയിലെടുത്ത് വയ്ക്കുക. നല്ലതായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കേൾക്കുക. പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന ഒരുപാട് ചാനൽസ് ഉണ്ട് യൂട്യൂബിൽ. അവരെല്ലാവരും പറ്റുന്നവരെയൊക്കെ കേൾക്കുക. നല്ല പോസിറ്റീവായിട്ടുള്ള സോങ്സ് കേൾക്കുക, ഭയങ്കര പവർഫുള്ളായിട്ടുള്ള സോങ് കേൾക്കുക. അല്ലാതെ എന്താ പറയുക, സാഡ് സോങ്സ്, സാഡായിട്ടുള്ള റിയാലിറ്റി അങ്ങനെയുള്ളതൊക്കെ കണ്ട് വിഷമിച്ച് അങ്ങനെ ഒരു പ്രവണത നമുക്കുണ്ട്. ബട്ട് അത് കുറച്ച് നാൾ മാറ്റി വെക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് മാനിഫെസ്റ്റേഷൻ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അടുത്ത ഇതിൽ നമുക്ക് ഇതിൻ്റെ കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ താങ്ക് യു സോ മച്ച്.